ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം, ഇവിടെ ഈ ദുനിയാവിലെനിക്കെന്തു ബന്ധം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇരുൾ മൂടിയൊരീ വഴിയിൽ എന്തുണ്ട് സ്വന്തം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഇളം തെന്നലായെത്തും ലൈലാന്റെ സുഗന്ധം, ഈടവഴിയേ വരണം അവളുടെ നിർബന്ധം, ഭ്രാന്തായാൽ ഭ്രാന്തായാൽ എന്തു സുഖം, സക്കറാത്തുൽ മൗത്ത് എന്തു രസം. ഹലോ അസ്സലാമു അലൈക്കും. അങ്ങനെ പാട്ടൊക്കെ പാടി ഞങ്ങൾ ഇങ്ങനെ യാത്ര തിരിച്ചെടുക്കുകയാണ്. ഇന്നത്തെ യാത്ര എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലോട്ടാണ്. അതായത് നമുക്കും ആദ്യമൊന്നും അങ്ങനെ തോന്നിയാണെന്നില്ല, പിന്നെ ഓരോരുത്തരും ഇങ്ങനെ പറച്ചിൽ തുടങ്ങിയപ്പോൾ നമ്മളത് കൂടുതൽ ശ്രദ്ധിച്ചു. വേറെ ഒന്നുമല്ല, നമ്മളുടെ മോളുടെ അല്ലേ, കണ്ണിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നോക്കാമല്ലോ. അപ്പോൾ കുറേ കമൻസ് കണ്ടു. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടാവാം, അത് നമുക്ക് ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നും വരില്ല, അത് വലുതാവുമ്പോഴേക്ക് റെഡി ആവാന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പറയുന്നത് മറുകണ്ണാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചിലവർ പറയുന്നുണ്ട് എൻ്റെ കുട്ടി കോങ്കണ്ണിയാണെന്നൊക്കെ പറഞ്ഞ് കമൻസ് ഇടുന്നവരും ഉണ്ട്. അവരോടൊന്നും എനിക്ക് പറയാനില്ല, കാരണം ഒരു പിഞ്ച് പൈതലിനെ പോലും വെറുതെ വിടാത്ത സമൂഹമാണ് നമ്മുടെ സമൂഹം. ഓക്കെ, അപ്പോൾ പിന്നെ അവരോടൊന്നും എനിക്ക് പറയാനില്ല, കാരണം ഈ കുട്ടി ആർക്കും ഒരു ദ്രോഹമോ ഒരു തുറ്റോ ഒരാളെ കുറ്റം പറയാനോ ഒരു ഇതിടാക്കാനൊന്നും ഈ കുട്ടി വരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളെന്താ വെച്ചാൽ പറഞ്ഞോളി, മക്കളങ്ങളൊന്നും പറയാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണയിലോട്ടൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെക്കപ്പ് എന്നുള്ളതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. കാരണം പെൺകുട്ടിയാണല്ലോ, പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവർക്ക് ചെറുപ്പത്തിൽ നമ്മൾ ചെയ്ത് മാറ്റി കൊടുക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കണം, അല്ലാതെങ്കിൽ നമ്മുടെ തെറ്റാവും അത് അല്ലേ. ഭാവിയിലേക്ക് നമുക്കത് ചില കുട്ടികളൊക്കെ കാണാം, നാവിൻ്റെ അവിടെയൊക്കെ ചെറുപ്പത്തിൽ അത് ചെറിയ പണി ഉണ്ടാവുള്ളൂ അത് മാറ്റാൻ. വലുപ്പത്തേക്ക് അത് വലിയ വേദനയാവും, സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുറേ കുട്ടികളുണ്ട്. അപ്പം അതായത് ചെറുപ്പത്തിൽ നോക്കേണ്ടത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നോക്കിയിട്ട് ക്ലിയർ ആക്കണം. പിന്നെ മക്കളാണ്, അത് പടച്ചോൻ പടക്കണ പടപ്പുകളാണ്. ചിലപ്പോൾ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, അത് വലിയ ഐറ്റുകളെ അത് പറയാനും എൻ്റെ കുട്ടിക്ക് അതില്ല എൻ്റെ കുട്ടിക്ക് ഇതില്ല എന്ന് നമ്മളൊന്നും പറയാൻ നിൽക്കരുത്. നാളെ ആരെ കുട്ടിക്ക് എന്ത് വരാമെന്നൊന്നും പറയാനൊന്നും പറ്റൂല. അവനവൻ്റെ കുടുംബത്തിലും അവനവൻ്റെ ലൈഫിലും വരുമ്പോഴാണ് അതിൻ്റെ വേദനകൾ അറിയുള്ളൂ കേട്ടോ. അങ്ങനെ പറയുകയാണ്, കാരണം ഒരു കുഴപ്പമില്ലാത്ത കുട്ടികൾ എന്തൊക്കെയോ പറയുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെ മോളെ കാണിക്കാൻ വേണ്ടി പോവുകയാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണിച്ചാൽ എൻ്റെ അലേഹ സുട്ട് അവിടെ കടന്നുറങ്ങുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ എത്തിയ ഹോസ്പിറ്റൽ കണ്ടോ, അബെയ്റ്റ് ഐ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വലിയ ഹോസ്പിറ്റലാണ്. നമുക്ക് എന്തായാലും നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെ മോൾക്ക് നമുക്ക് കൊടുക്കാം അല്ലേ. കണ്ണിനൊക്കെ നല്ല പവർ ഉണ്ട്. പവറുണ്ടോ? ഉറക്കത്തിൽ നീച്ചിക്ക പവറുണ്ടോ? മെഡിസിൻസ് ഒന്നും അങ്ങനെ കൊടുക്കണ്ടല്ലോ. മെഡിസിൻസ് കൊടുക്കണ്ടോ? പ്രസവിച്ചപ്പോ എത്ര തൂക്കം? 470 തൂക്കണ സാധനമല്ല. പ്രീമച്ചറില്ലല്ലോ. പക്ഷെ അത് കറക്റ്റ് ടൈമിന് പോകും. അങ്ങോട്ടൊക്കെ കുട്ടിയെ അലേഹ അങ്ങനെ കഴിച്ച് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കയറുകയാണ് അല്ലേ. ഇപ്പം എന്താണ് ഡോക്ടർ പറയാന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുകയാണ്. കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട് അല്ലേ. ഏയ് സുട്ടി. അപ്പൊ നമ്മളങ്ങനെ ഡോക്ടറൊക്കെ കണ്ട്, ഒരാൾക്ക് കുട്ടിയേക്കാൾ കൂടുതൽ ടെൻഷൻ കുട്ടിയുടെ തള്ളക്കാണെന്ന് പറഞ്ഞ മാതിരിയാണ് അല്ലേ.
അതെന്താ അനക്ക് ഇത്ര ടെൻഷൻ? മനുഷ്യനല്ല, ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് വരുന്ന സൂക്കടുകൾ നമ്മൾ നോക്കന്നെ വേണം. നമുക്ക് സൂക്കട് വരാതിരിക്കാനൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതൊക്കെ പഠിച്ചോന്ന് തരുന്നതാണ്. നമുക്കത് മാറ്റി കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാൻ നല്ല ഹോസ്പിറ്റൽ തരിക. അപ്പം എന്തായാലും ഹോസ്പിറ്റലും സ്റ്റാഫും ഡോക്ടേഴ്സൊക്കെ അല്ലേ അടിപൊളിയാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ അവിടുന്ന് എടുത്തിട്ടോ പറയാനോ നിന്നിട്ടില്ല. എന്തായാലും എന്താണ് ഡോക്ടർ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറഞ്ഞേ? എനിക്കൊന്നും ഓർമ്മയില്ല. എന്താ ഡോക്ടർ പറഞ്ഞേ? കുട്ടിക്ക് നിലവിൽ മോൾക്കൊരു കുഴപ്പവും കാണുന്നില്ല. അതായത് ഡോക്ടർ കുറേ നേരമൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് തോന്നുകയാണ്. അതായത് ഇനി വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ ചിലവർക്ക് ചില ടൈമിൽ അങ്ങനെ സംഭവിക്കാമെന്ന് പറഞ്ഞു. അതായത് മറുകണ്ണിൻ്റെത്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ചെക്കപ്പിന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് ഒരു ഓയിൽമെൻറ്റ് വന്നിക്കണേ. 4 ദിവസം കുട്ടിയുടെ കണ്ണിൻ്റെ അവിടെ തേച്ചു. 4 ദിവസമല്ലേ? ചൊവ്വാഴ്ച വരാനല്ലോ പറഞ്ഞു. ആ, ഇത് 3 ദിവസം തേച്ച് കൊടുത്തതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ണിൻ്റെ ഒരു ചെക്കിങ് എടുക്കാമെന്ന് പറഞ്ഞ്. നിലവിൽ കുട്ടിക്ക് കണ്ണിന് ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. കാരണം 2 കണ്ണും നോക്കുന്നുണ്ട്. ഇനി സപ്പോസ് ഇനി വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. കാരണം ഞാൻ 2-3 കുട്ടിയുടെ ഫോട്ടോസ് ഇങ്ങനെ വീഡിയോസിലിട്ടപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കുട്ടിക്ക് മറുകണ്ണുണ്ട്, കോങ്കണ്ണിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കെന്തോ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങാറ്. ഞങ്ങൾക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓരോരുത്തർ ഫോണിൽ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തോന്നുകയെന്ന് വെച്ചിട്ടാണ്. അല്ല, അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും വെച്ച് ഇതാക്കണം. നമുക്കിപ്പോൾ എന്തായാലും അൽഹംദുലില്ലാ നോക്കാനും ഇതാക്കാനുള്ള കഴിവൊക്കെ ഇപ്പോൾ നമുക്ക് കുറച്ച് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മോളാണല്ലോ, കണ്ണാണല്ലോ, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ചെക്കിങ് വേണം. എന്തായാലും കുഴപ്പമില്ലെങ്കിൽ പോലും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചെക്കിങ് എടുത്തു വെക്കാമല്ലോ, നമ്മളെ അവയവങ്ങളാണല്ലോ. അപ്പോൾ അതിന് നമുക്ക് ചൊവ്വാഴ്ച ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ചൊവ്വാഴ്ച നമുക്ക് എടുക്കാൻ ഫൈനലൈസ് ചെയ്ത് ഡോക്ടർ പറയും. നിലവിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് നോക്കാമല്ലോ. മുളയിലേ നുള്ളിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരിക. അപ്പോൾ എന്തായാലും ഗൈസ് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നൂറ് പറഞ്ഞ മാതിരി എനിക്കും ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം പിഞ്ച് പൈതലിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ അടക്കുമ്പോൾ നമുക്കൊരു ഇടങ്ങേറാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മൾ പെരിന്തൽമണ്ണ അബൈറ്റ് ഹോസ്പിറ്റലിലായിട്ടുള്ളത്. നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. നല്ല പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. സത്യം പറഞ്ഞാൽ വലിയൊരു ഹോസ്പിറ്റൽ തന്നെയാണ്. ഞാൻ നമ്മൾ പെരിന്തൽമണ്ണയിൽ ഞാൻ സത്യം കണ്ണൂരൊക്കെ പോയില്ല. കണ്ണൂരിൽ നിന്ന് കോഴിക്കോടൊക്കെ പോയിട്ട് കാണിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചേ. ഓക്കെ, നമ്മൾ പെരിന്തൽമണ്ണയിൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത കണ്ണാശുപത്രി ഉണ്ട് കേട്ടോ അല്ലേ? എന്റെ ടെൻഷൻ മാറിയോ? കാലിക്കറ്റ് ഇതിന്റെ ബാക്കിയാ? ഓക്കെ ഗൈസ്, അപ്പം അതിന്റെ ബാക്കിയാ.